എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂദയുടെ ലേഖനം 12-ാം വാക്യം. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോട് കൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്ന് തുടങ്ങിയാണ് യൂദ ഈ ലേഖനം ആരംഭിക്കുന്നത്. നുഴഞ്ഞു വന്നവർക്ക് ചില പ്രത്യേക ഉപദേശങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പറഞ്ഞു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാത്തവനൊക്കെ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അപ്പോൾ നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ മറ്റാരുടെയും ദൃഷ്ടിയിൽ പെടാതെ കയറി വരിക എന്നർത്ഥമാണ്. അതാണ് ഇന്ന് പലയിടങ്ങളിലും സംഭവിക്കുന്നത്. പല ദുരുപദേശക്കാരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പല ദുരുപദേശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയാതെ പോകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗം, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓഫറാണ് ഇവർ കൊടുക്കുന്നത്. ഓഫർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ തെളിവ് പറഞ്ഞാൽ, ഹെവൻലി ഫീസ്റ്റ്, സ്വർഗീയമായ വലിയ ഫീസ്റ്റാണ്, ഉത്സവം. പക്ഷെ അവിടെ നടക്കുന്ന എല്ലാ ഭൗമികമായ ഉത്സവങ്ങളാണ്. സ്വർഗത്തിലെ ഉത്സവമൊന്നും അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങളെ തന്നെ ഭയം കൂടാതെ തീറ്റുന്നവർ വലിയ സദ്യ ഒരുക്കും. വലിയ സദ്യ. ആ സദ്യയിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ ഉണ്ടെന്ന് പുറമേ നിന്ന് കാണാൻ സാധ്യമല്ലല്ലോ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കല്ലുണ്ട് എന്ന് കരുതിയല്ല കഴിക്കുന്നത്. കല്ല് കടിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിൽ കല്ലുണ്ടായിരുന്നല്ലോ എന്ന് ഗ്രഹിക്കുന്നത്. ഇതുപോലെയാണ് പെട്ടെന്ന് ആകർഷണം കൊടുക്കുക. ഇപ്പൊ ചില കമ്പനികളുടെ ഓഫറുകൾ നമുക്കറിയാം. സ്കൂട്ടർ കൊണ്ടുവരൂ, കാർ കൊണ്ടുപോകൂ, ചെറിയ കാർ കൊണ്ടുവരൂ, വലിയ കാർ കൊണ്ടുപോകൂ, പഴയ കാർ കൊണ്ടുവരൂ, പുതിയത് കൊണ്ടുപോകൂ. ഇതൊക്കെ ഓഫറാണ്. കർത്താവ് ഒരിക്കലും ഓഫർ കൊടുത്താരെയും വിളിച്ചിട്ടില്ല. കർത്താവ് കൊടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കാനാ. നുകം ഏറ്റുകൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ, നുകത്തിന്റെ ഒരറ്റത്ത് തല വെച്ചിരിക്കുന്ന ആരാ? നുകത്തിന്റെ ഒരറ്റത്ത് കർത്താവാ. എന്റെ നുകം ഏറ്റുകൊണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരറ്റത്ത് കർത്താവും ഒരറ്റത്ത് നമ്മളും നിൽക്കണം. എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. എന്റെ നുകം മൃദുവാണ്, ചുമട് ലഘുവാണ്. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ഇതാ കർത്താവ് കൊടുത്ത ഓഫർ. അല്ലാതെ ഒരു ഓഫറും കൊടുത്തല്ല കർത്താവ് ആരെയും വിളിച്ചിട്ടുള്ളത്. എന്തിനു പറയുന്നു? കർത്താവിന്റെ അടുക്കൽ വന്ന ചിലരോട് പോലും കർത്താവ് പറഞ്ഞത് നമുക്കറിയാം. എവിടെ പോയാലും നിന്നെ അനുഗമിക്കാം എന്ന് ഒരുത്തൻ വന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലയായിക്കാൻ സ്ഥലമില്ലല്ലോ. അവൻ ആ വഴിക്ക് പോയി, പിന്നെ അവനെ കണ്ടിട്ടില്ല. അപ്പോൾ കർത്താവ് കണ്ടീഷൻ വെച്ചല്ലാതെ ഓഫർ കൊടുത്ത് ആരെയും വിളിച്ചിട്ടില്ല. കാരണം ഈ ഭൂമിയിലല്ലല്ലോ ഈ ഭൂമിയല്ലല്ലോ നമ്മുടെ സ്ഥിരമായ പാർപ്പിടം.
അതുകൊണ്ടാണ് ഇവിടെ വലിയ ഓഫർ കർത്താവ് കൊടുക്കാതിരുന്നത്. അപ്പോൾ വലിയ സ്നേഹസദ്യ ഒരുക്കുക, ആഗ്രഹിപ്പിക്കുക, മോഹിപ്പിക്കുക. അതിൽ മറഞ്ഞു കിടക്കുന്ന കല്ലുകൾ പിന്നീടാണ് അറിയുന്നത് ഇതിൽ കല്ലുണ്ടായിരുന്നല്ലോ എന്ന്. ആകയാൽ എല്ലാം ഒരുപോലെ വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഒരു ഉപദേശം കേൾക്കുമ്പോൾ, ഒരു ഓഫറൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ കല്ല് കിടപ്പുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് പിന്നീടാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.